നമസ്കാരം. ഇപ്പൊ നമ്മുടെ പേര്? എന്റെ പേര് കെ ശോഭന. ഏത് വാർഡിനാണ്? 15ാം വാർഡിന്. വലിയ ഒന്ന്. മുമ്പ് എന്ത് വല്ല ജോലികളിലും? ഞാൻ 12ാമത്തെ വർഷമാണ് കൗൺസിലറായിട്ട് വരുന്നത്. 2005 തൊട്ട് തുടർന്നുള്ള കൗൺസിലറായിട്ട് വരുന്ന വ്യക്തിയാണ്. എല്ലാ വാർഡിലും പിന്നെ വാർഡിൽ എല്ലാ സ്ഥലത്തും പോകാറുണ്ടോ? വാർഡില് എന്നും പോകത്തില്ല, എന്നാലും ഞാൻ മിക്കവാറും ദിവസവും ക്ഷേമം അന്വേഷിക്കാറുണ്ട്. ആൾക്കാരുടെ എന്ത് കാര്യങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട്. കാരണം വെച്ചാൽ സാറ് പുറത്ത് ധരിക്കാലും അറിയാം ഞാൻ എന്റെ വാർഡെന്നല്ല. ഞാൻ പൊതുവില് എന്നെ പരിചയമുള്ളവരോട് എന്നെ കാണുന്ന ആരുടെ നമ്മളെ വാർഡ് സഭ ഓഫീസ് എവിടെയാണ്? വാർഡ് സഭ ഞാൻ നവഭാരത് സ്കൂളാണ്. വാർഡ് കേന്ദ്രം ഇല്ല. നമുക്ക് നേരത്തെ ഒരു അംഗൻവാടിക്ക് മുകളിലൊരു 2.5 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. 2.5 സെന്റ് ഒരാള് നമുക്ക് തന്നു. അപ്പൊ ആ അംഗൻവാടി അത് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റിയില്ല. അതൊരു ചെറിയ വിഷയം ആയതുകൊണ്ട് നമുക്കത് സ്റ്റേ ചെയ്തു. പിന്നെ ഞാൻ ഫസ്റ്റ് കൗൺസിലർ ആയിരുന്ന സമയത്ത് വേറൊരാളിനെ കണ്ട് അദ്ദേഹം 3 സെന്റ് സ്ഥലം നമുക്ക് തന്നു. അപ്പൊ അവിടെ ഞാൻ MVP കൊണ്ടുപോയിട്ട് ആദ്യം ഒരു അംഗൻവാടി പണിത് അത് നല്ല രീതിയിൽ ഉദ്ഘാടനമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ കൗൺസിലറായിട്ട് വന്നപ്പോൾ ഇപ്പൊ അതിന്റെ മേൽക്കൂരയൊക്കെ റൂഫ് ചെയ്ത് 4 ചുറ്റും ഗ്രില്ലൊക്കെ വെച്ച് മുകളിൽ എല്ലാം ആക്കി ഇപ്പൊ അടിപൊളിയാക്കി. അംഗൻവാടിയൊക്കെ അടിപൊളിയാക്കി. അപ്പൊ ഇതിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ബിൽഡിങ് ഇപ്പോഴത്തെ ഇതിൽ വെച്ച് മെയിൻ്റെനൻസിന്റെ എടുക്കാൻ വേണ്ടി നമ്മൾ വന്ന് എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തോണ്ട് പോയി. അപ്പൊ അതിനെ വാർഡ് കേന്ദ്രമാക്കാനാണ് എന്റെ ഒരു തീരുമാനം. അപ്പൊ ഞാൻ ചെയർമാനോടും ഈ വിഷയം പറഞ്ഞു. നമ്മുടെ വാർഡിൽ ബോർഡ് വയ്ക്കാൻ പറ്റും. നമുക്ക് ബാൻഡ് വലിച്ചു കെട്ടിയിട്ട് സ്കൂളിലാകുമ്പം മൊത്തം ആൾക്കാർക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം 2 ഏരിയന്ന് വന്ന് ഇരിക്കത്തക്ക. എനിക്ക് ഇപ്രാവശ്യം നമുക്ക് ഒരു വർഷത്തിലും 3-4 നടക്കാറുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വാർഡ് സഭ കൂടിയുള്ളൂ. ഇപ്പൊ അയൽസഭകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കുറവ് നല്ല കുറവ്. ഇവിടെ ഈ വാർഡില് പൊതുവിലെ വാർഡ് സഭയ്ക്ക് ആൾക്കാർ വരാറുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്? അതല്ലാതെ വേറെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ വികസന കാര്യങ്ങളിൽ നമ്മുടെ വാർഡിൽ വേണ്ട കുടിവെള്ള പദ്ധതിയെ കുറിച്ച്, നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തെ കുറിച്ച്, പിന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണമെന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ സംസാരം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്റെ വാർഡിൽ ഒരു ആശുപത്രി ഉണ്ട്, വലിയൊന്ന് ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റൽ. അപ്പൊ അവിടുത്തെ ഡെവലപ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ അത് ഒട്ടും വികസനം ഇല്ലാതെ കിടന്ന വർഷമായിരുന്നു. ഞാൻ ആദ്യം കൗൺസിലറായിട്ട് വരുന്ന വലിയൊന്ന് ഹോസ്പിറ്റൽ താലൂക്ക് എന്റെ വാർഡില്ല, 15ാം വാർഡിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് ആ ഹോസ്പിറ്റല് വലിയ ഡെവലപ്മെന്റ് ഇല്ലായിരുന്നു. നമ്മുടെ കഴിഞ്ഞ 2005 ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷം നമ്മുടെ MP വർക്കല രാധാകൃഷ്ണൻ MPയുടെ ഒരു ഫണ്ട് കിട്ടി. അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്ന് PWD ഫണ്ട് കിട്ടി. നമ്മുടെ ഒരു മാതൃശിശു സംരക്ഷണ കേന്ദ്രം അന്ന് സ്ഥാപിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ഇപ്പുറത്തൊരു ബിൽഡിംഗ് OP കോൺട്രാക്ട് വന്നു. അതിപ്പോൾ നമ്മൾ ക്യാഷ്വാലിറ്റി ആയിട്ടാക്കി. കഴിഞ്ഞ പ്രാവശ്യം സമ്പത്ത് MP ഇരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പൈസ തന്നായിരുന്നു. അത് ഉണ്ട്. അന്ന് രാമകുട്ടിയണ്ണായിരുന്നു ഈ വാർഡിലെ കൗൺസിലർ. അദ്ദേഹം ഇരുന്ന സമയത്ത് സമ്പത്ത് MPയുടെ പൈസ വാങ്ങിച്ച് അവിടെ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഈ കഴിഞ്ഞ 24 ഉദ്ഘാടനം ഉണ്ടായിരുന്നു. നമ്മുടെ OP പുതിയതായിട്ട് OP കൗണ്ടർ ഡ്രാമ കെയർ യൂണിറ്റ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ അത് നമ്മൾ ഈ പല പ്രാവശ്യം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം അവിടെ ഒരു ട്രോമ കെയർ യൂണിറ്റ് വേണമെന്നുള്ളത്. കാരണം വെച്ചാൽ നാഷണൽ ഹൈവേയുടെ അടുത്ത് കിടക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ അവിടെ നമുക്ക് ഏകദേശം ഒരു 5-6 ഏക്കർ പെരിയുടെ ആ ബിൽഡിംഗ് അതിനുണ്ട്. ആ കോമ്പൗണ്ട് നമുക്ക് പണ്ട് കൊട്ടാരമായ വസ്തുവാണ്. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാണ്. 10 തിങ്കളായിട്ട് ശനി വരെ ഓപ്പറേഷൻ ഉള്ള ദിവസമാണ്. ഓപ്പറേഷൻ ചൊവ്വാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ നമ്മുടെ ഓപ്പറേഷൻ നടക്കുന്നത്. എല്ലാ ചിൽഡ്രൻസ് വാർഡ് നമുക്ക് ഒരു ചിൽഡ്രൻസ് വാർഡ് ഒരെണ്ണേ ഉള്ളു. നമുക്കിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബിൽഡിങ്ങിന്റെ കാഷ്വാലിറ്റിയുടെ മുകളിൽ 2 മെറ്റേണിറ്റിയുടെതും ഇതും കൂടെ വേണമെന്നും ഉള്ളൊരു പ്രപ്പോസൽ വേണ്ട ഞങ്ങളെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാൻസർ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ പേഷ്യന്റിന് ഡയാലിസിസ് ചെയ്യാന്നതിന് നമുക്ക് ബിൽഡിംഗ് ഇല്ല. പക്ഷെ അതിന് ഡയാലിസിസ് ചെയ്യുന്നതിന് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിനുള്ള ഇത് തരാന്നുള്ള ഒരു പറഞ്ഞ് സൂപ്രണ്ട് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള ബിൽഡിംഗ് ഇല്ല.
ബിൽഡിംഗ് വേണം. ഇപ്പൊ ഒരു 3.5 കോടിയുടെ ഒരു ബിൽഡിങ്ങിന്റെ എല്ലാ അന്തിമഘട്ടം എത്തി. നമുക്കൊരു അത് OP കൗണ്ടറായിട്ടാണ് പുതിയ വരുന്നത്. എന്ന് വെച്ചാൽ ഇയർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ ആദ്യമേ പ്രഥമ ദൃഷ്ടി നേരത്തെ നമ്മൾ RCCയിൽ പോകാതെ തന്നെ മുൻകൂറായിട്ട് പരിശോധിച്ചിട്ട് പോവാം. അങ്ങനെ ഒരു ഇയർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റർ ഇവിടെ സ്ഥാപിക്കാൻ വേണം. അത് നമ്മള് അതിന്റെ ഒരു പ്രോജക്റ്റ് നമ്മള് മന്ത്രിതലത്തിലൊക്കെ കൊടുക്കാനായിട്ടാണ് നമ്മള് സ്കിന്നിന്റെ മാത്രം നമുക്കിവിടെ സ്പെഷ്യലിസ്റ്റ് ഇല്ല. ബാക്കിയുള്ള ഓർത്തോ ഉണ്ട്, ഗൈനക്കുണ്ട്. ഗൈനക്ക് 2 പേരുണ്ട്, പിന്നെ ഓർത്തോയുടെ 2 പേരുണ്ട്, പിന്നെ സർജൻ 2 പേരുണ്ട്. ഈ പരിശോധനയ്ക്കുള്ള എങ്ങനെയാണ് അതിനകത്ത് പരിശോധന എന്ന് പറഞ്ഞാൽ ബ്ലഡ് പരിശോധന അങ്ങനെയുള്ള ലാബുണ്ട്. ലാബ് സൗകര്യം ഉണ്ട് ഇപ്പൊ. പക്ഷെ നമുക്ക് ഇപ്പൊ തന്നെ ലാബിനകത്ത് 3-4-5 സ്റ്റാഫുകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് 1-2 സ്റ്റാഫുകളുടെയും കൂടെ ഇത് ഉണ്ട്. അതിനകത്ത് തന്നെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ കുറച്ച് നമുക്ക് അഭിപ്രായം ഉണ്ട്. നീതി മെഡിക്കൽസ് വേണമെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യമേ HMCയിലൊക്കെ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാട്സപ്പ് വിളിക്കാനായിട്ട് വീഴ്ച എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നോട്ടീസ് കിട്ടും, അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ അത്യാവശ്യമായിട്ട് നോട്ടീസ് എഴുതി. എത്ര അയൽസഭകളുണ്ട് ഇപ്പൊ ഇവിടെ? ഒരു 4-5 വരെ. അയൽക്കൂട്ടമാണ് സാർ ഉദ്ദേശിച്ചത്. അയൽസഭ എന്ന് പറയുന്നത് ഒരു 5 ഉണ്ട്. 50 മുതൽ 100 വരെയുള്ള കാരണം വെച്ചാൽ പല ഏരിയകളായതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു 5 അയൽസഭയുണ്ട് അല്ലേ? അപ്പൊ അതില് ഇപ്പൊ ബെനിഫിഷ്യറികൾ തിരഞ്ഞെടുക്കുന്നതിൽ കഴിഞ്ഞ തവണ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കഴിഞ്ഞ കൊടുത്തത്? വീട് മെയിൻ്റെനൻസ്. ഭൂമി SCക്ക് ഭൂമി കണ്ടെത്തി കൊടുത്തു. അത് ഡിപ്പാർട്ട്മെന്റിൻ്റെത് ഒന്ന്, മറ്റതിൻ്റെത് ഇപ്പം നടക്കുന്നതേ ഉള്ളൂ. നമ്മൾ വന്നതിന് ശേഷമുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം നടക്കുന്നത്. ഡിപ്പാർട്ട്മെന്റിൻ്റെത് ഒരാളിനെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഒരെണ്ണം കൊടുത്തു. പക്ഷെ അത് ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇപ്പം ഇതിൻ്റെത് ഇപ്പൊ വരുന്നതേ ഉള്ളൂ. ബയോമിത്രം നല്ല രീതിയിൽ പങ്കാളിത്തം നല്ല പങ്കാളിത്തം. ഇപ്പൊ ഞങ്ങളിപ്പോ 2 വാർഡ് ബേസിലാണ് ഇപ്പൊ ഒരിടത്ത് വെച്ചേക്കുന്നത്. നമ്മൾ നവഭാരത് റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിൽ വെച്ചാണ് 2 വാർഡ്. അവിടെ 16-ാം വാർഡിലെയും 15-ാം വാർഡിലെ ആൾക്കാർ വന്ന് മരുന്നുകൾ വാങ്ങിക്കും. അവർക്ക് 35 അല്ല, ചില ദിവസങ്ങൾ അതിൽ കൂടുതൽ. 2 വാർഡിൽ നിന്ന് കൂടെ ആകുമ്പോഴത്തേക്ക് 10-50 പേരൊക്കെ വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ചില ദിവസങ്ങളിൽ. പിന്നെ അത് മാത്രമല്ല സാറേ, നമുക്ക് ഇവിടെ ഒരു ശനിയാഴ്ച ദിവസം ഒരു ഇതിന്റെ ക്ലിനിക്കുണ്ട്. ഷുഗർ പേഷ്യന്റിന്റെയും വലിയ ഹോസ്പിറ്റലിൽ ശനിയാഴ്ച നമ്മളെ ഹോസ്പിറ്റലില്ല. അതിന്റെ അകത്ത് നടക്കുന്നതുകൊണ്ട് നമ്മളെ മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പ്ലാൻ ഫണ്ടിൽ പൈസ വെച്ച് നമ്മൾ ആൾക്കാർക്ക് രോഗികൾക്ക് വേണം. അപ്പൊ ഇപ്പൊ നമ്മള് മുനിസിപ്പാലിറ്റിയിൽ ശനിയാഴ്ച ഒരു ക്ലിനിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആൾക്കാർ വന്ന് മരുന്ന് 1 മാസത്തെ മരുന്നുകൾ അവിടെ നിന്ന് കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് വയോമിത്രത്തിന്റെ ആൾക്കാർ കുറയും. കാരണം വെച്ചാൽ നമ്മൾ എണ്ണം കുറയും. കാരണം അടുത്ത ആശുപത്രി ആയതുകൊണ്ട് ഈ വാർഡിന്റെ 16-ാം വാർഡിൽ അതുപോലെ തന്നെ നിരാലംബര്, പിന്നെ മാരക രോഗം ബാധിച്ച അങ്ങനെ ആരെങ്കിലും ഇവിടെ ഈ വാർഡിലുണ്ട്? മാരക രോഗം ചിലർക്ക് ക്യാൻസർ ഉള്ള 3-4 ആൾക്കാരുണ്ട്. 3-4-5 പേരുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ പോളിയോ വന്ന് കിടക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം എണ്ണ ഉണ്ട്. നമ്മളെ പാലിയേറ്റീവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാലിയേറ്റീവ് നല്ല രീതിയിൽ പോകും. നല്ല രീതിയിൽ പിന്നെ മക്കൾ ഉപേക്ഷിച്ച് അങ്ങനെ അനാഥപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മക്കൾ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, അങ്ങനെ മാരക രോഗം ബാധിച്ച് കിടക്കുന്നു, അങ്ങനെ മാരക രോഗമായിട്ട് കിടക്കുന്ന അമ്മമാര് ഒറ്റയ്ക്കായിട്ട് കിടക്കുന്നവരായിട്ട് അങ്ങനെ സുഖപ്പിടിച്ചത് ഇല്ല. അങ്ങനെയായിട്ട് ഇവിടെ ഈ പരിസരത്ത് അങ്ങനെ കിടക്കുന്ന ആൾക്കാരായിട്ട് ഒറ്റയ്ക്കൊന്നും കിടക്കുന്നവരില്ല. പിന്നെ മക്കളെ ഒന്ന് നോക്കും. അമ്മമാര് താമസിക്കുന്ന വീടുകളുണ്ട്. അതുപോലെ അവർക്ക് ഈ വാട്ടർ ബാഗ്, അതുപോലെ ഊന്നുവടി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പാലിയേറ്റീവ് ഇപ്പോഴും ഇവിടെ ഒരു വാട്ടർ ബെഡ് കൊടുത്തിട്ടുണ്ട്. വാർഡിൽ ഒരു പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്ത് തന്നെ നമുക്കറിയത്തക്ക ആൾക്കാരുണ്ട്. അത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് നമ്മൾ ആശുപത്രിയിൽ അവിടെ നിന്ന് പാലിയേറ്റീവ് ആൾക്കാർ വന്ന് ആശാവർക്കറും അവിടെ നിന്ന് ഡോക്ടേഴ്സ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വരും. ഡോക്ടേഴ്സും വന്ന് നോക്കാറുണ്ട്. പിന്നെ JPHമാരും അവര് വന്ന് നോക്കാറുണ്ട്. പിന്നെ ഈ ഹരിത കേരളമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡിസംബർ 8-ാം തീയതി ഇവിടെ ചെയ്ത കാര്യം തോന്നുന്നു. ഡിസംബർ 8-ാം തീയതി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വാർഡ് ബേസിലുള്ള പ്രവർത്തനം, ആശുപത്രി ശുചീകരണം. ഇതാണ് നമ്മൾ വലിയ ഹോസ്പിറ്റലിൽ റെസിഡൻസ് അസോസിയേഷൻ്റെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും നവഭാരത് സ്കൂളിലെ NSS വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു.
അവരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റാണ് ചെയ്തത്. ശുചീകരണ പ്രവർത്തനമാണ് നമ്മൾ അന്ന് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്വാപ്പ് ഷോപ്പ് നമ്മളെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് അത് ഇവിടെ നിന്ന് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ടോ? ഇവിടുന്ന് നമുക്ക് കുറച്ച് പേരുടെ ഈ നമ്മൾ അയൽക്കൂട്ട തലത്തിൽ തന്നെ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് കളക്ട് ചെയ്തിട്ട് എന്റെ പക്ഷെ ഇതുവരെയ്ക്കും അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല. സംഭവം കൊണ്ടുപോയിട്ടില്ല. പക്ഷെ അത് പലരും പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മളിവിടെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി, നമുക്കവിടെ നമ്മളെ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള പരിപാടി. മാലിന്യ സംസ്കരണമായിട്ട് ബന്ധപ്പെട്ട എന്ത് പരിപാടികളൊക്കെ? സംസ്കരണമായിട്ട് നമ്മുടെ ഇപ്പം ഈ NSSലെ കുട്ടികൾ വീടാന്തോറും വന്ന് നമ്മുടെ CSIലെ കുട്ടികൾക്കുള്ള ഒരു ക്യാമ്പ് ഉണ്ടാവും. അവർ വന്നിരുന്നു. അല്ലാതെ നമ്മുടെ ഇതായിട്ട് നമ്മുടെ കുടുംബശ്രീക്കാരും എല്ലാവരും കൂടെയൊക്കെ ശുചീകരണം നടത്തുന്നുണ്ട്. പിന്നെ നമ്മളെ തൊഴിലുറപ്പിന്റെ NRHMന്റെ ഫണ്ട് വരുമ്പോൾ നമ്മൾ അത് വെച്ച് രാവിലെ ഓടകൾ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ വീട് ഇല്ലാത്തവര്, വീടും സ്ഥലവും ഇല്ലാത്തവര് ഇവരുടെ സർവേ വല്ലതും എടുത്തിട്ടുണ്ടോ? ഭൂമി ഇല്ലാത്തത് തന്നെ ഏകദേശം, ഭൂമി വീടും ഇല്ലാത്തത് തന്നെ ഏകദേശം 10-13 എണ്ണം ലിസ്റ്റിൽ തന്നിട്ടുണ്ട്. വീടും ഭൂമിയും വീടും ഇല്ലാത്തവര് 10-13 പേരുണ്ട്. പിന്നെ അതല്ലാതെ ഭൂമിയുണ്ട്, വീടില്ലാത്ത. പിന്നെ ഒരു വിഷയം ഉള്ളതെന്ന് വെച്ചാൽ സാറേ, ഒരു വീട്ടില് 2-3 കുടുംബക്കാരുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ചിലപ്പോൾ 5 സെന്റ് സ്ഥലമേ കാണും. 5 സെന്റ് സ്ഥലം വിവേചിക്കുമ്പോൾ ചിലപ്പോൾ 7 മക്കൾ കാണും. ചിലപ്പോൾ ഒരു വീട്ടിൽ തന്നെ, ഇവിടെ എന്റെ വാർഡിൽ തന്നെ SC ആണ്, അവർക്ക് 10 സെന്റ് സ്ഥലമുണ്ട്. ഒരു 8 മക്കളുണ്ട്. അതിൽ ഒരു പയ്യൻ മാനസിക ഭംഗിയുള്ളതാണ്. പിന്നെ 2 പെൺകുട്ടികൾ കെട്ടിക്കത്തേക്കുള്ള മക്കളെ വേണം. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഷെയർ കൊടുക്കണം. അപ്പൊ അവരെല്ലാവരും കൂടെ ഒരു കുടുംബത്തിൽ കിടക്കണം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഫണ്ട് പ്ലാൻ ഫണ്ടിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ ആൾക്കാർക്കല്ലേ കൊടുക്കാൻ പറ്റും. ഒരു വാർഡിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരു വാർഡിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ 2 പേർക്ക്, 1 പേരുടെ 31 വാർഡിലും അത് വിഭജിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. ഈ വൈദ്യുതി എത്താത്ത സ്ഥലം ഉണ്ട്. ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. വൈദ്യുതി എത്താത്ത കൊടുത്തിട്ടുണ്ട്. വീടുകളുടേത് എനിക്ക് 3 എണ്ണേ ഉണ്ടായിരുന്നു. അത് പണി തീരാത്തോണ്ട് നമ്പർ സ്ട്രീറ്റ് ലൈറ്റ് ഏരിയ ഇപ്പം ലൈൻ വലിച്ച 2-3 സ്ട്രീറ്റ് ലൈൻ വലിച്ച 2-3 സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ ഇനി ട്യൂബുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇനി 2-3 സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈൻ വലിക്കാനുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ടുണ്ട്. അത് പൈപ്പ് ലൈന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലായിരുന്ന സമയത്ത് മാക്സിമം വാർഡുകളിൽ കോളനിയാണ്. മറ്റേ കോളനി ആയതുകൊണ്ട് അവിടെ തന്നെ അവിടെ തന്നെ ആൾക്കാർക്ക് ലൈൻ പോകേണ്ട രീതിയിൽ എല്ലായിടത്തും ലൈനിട്ട് ഇപ്പം കുടിവെള്ളം അവിടെ ആ മുകളിൽ ഭാഗത്ത് എല്ലാവർക്കും ടാപ്പുകൾ വെച്ച് കൊടുക്കും. അപ്പൊ നമ്മൾ ഈ പൊതു ടാപ്പുകൾ നിരോധിക്കാനാണ് ഇപ്പൊ. കാരണം വെച്ചാൽ പൊതു ടാപ്പ് വയ്ക്കുമ്പോൾ ആൾക്കാർ വലിയ ദുർവിനിയോഗം ചെയ്യും. അത് വലിയ നഗരസഭയ്ക്ക് അത് വലിയ പാലിച്ച ചെലവായി. പൊതുക്കിണറില്ല ഇവിടെ, ഈ വാർഡിൽ പൊതുക്കിണർ ആവശ്യമുണ്ടോ? ഇവിടെ പൊതുക്കിണർ വച്ച് കഴിഞ്ഞാൽ പിന്നെ കോളനിയിൽ എല്ലാവർക്കും ഇപ്പൊ ടാപ്പും കിണറുകളും ഒക്കെ ഉണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ കൊടുക്കുന്നുണ്ട്. പൊതു കിണറായിട്ട് വേണമെന്ന് വെച്ചിരുന്നാൽ പിന്നെ അതൊരു പിന്നെ വിഷയം വരുമെന്നുള്ളതുകൊണ്ടാണ്. കുളം ഇവിടെ വാർഡിൽ കുളം ഉണ്ട്. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പ്രൈവറ്റിലൊരു കുളം അവിടെ ചെറിയ ഒരു നമ്മളെ പാലത്തിന്റെ ഇപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ എന്റെ വാർഡിലായിട്ട് കുളം ഇല്ല. വെള്ളക്കെട്ട് പ്രദേശമുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഡ്രെയിനേജിന്റെ ഒരു കാര്യവും ഇല്ല ഇവിടെ വരുന്നില്ല. കോളനിയില് ഡ്രെയിനേജ് സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചിരുന്ന ആൾക്കാർക്ക് ആവശ്യമാണ്. അവിടെയാണ് നമുക്കിപ്പോ ഡ്രെയിനേജിന്റെ ആൾക്കാർ അവിടെ കോളനിയിൽ നേരത്തെ കോളനി ആയിരുന്നു. ഇപ്പൊ ആൾക്കാരെല്ലാം വിറ്റ് പല സ്ഥലങ്ങളിലായിട്ട് പോയിട്ട് അതിന്റെ എവിടെയില്ല അല്ലാത്ത ആൾക്കാർ താമസമുണ്ട്. ഇപ്പൊ അടുത്തടുത്തെല്ലാം വലിയ ആട്, കോഴി, പശു ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കോഴി വിതരണം ഉണ്ടായിരുന്നു. കോഴി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കോഴി കൊടുത്ത് ആടിനെ കൊടുത്തു. ഇതെല്ലാം ഉണ്ടായിരുന്നു. റെസിഡൻഷ്യൽ അസോസിയേഷൻ അവിടെ ഈ എനർജി സേവിങ്ങിനെ സംബന്ധിച്ച് ക്ലാസ് ഉണ്ടായിരുന്നു. റെസിഡന്റ് അസോസിയേഷൻകാര് പങ്കെടുത്തു. 2 റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ സെക്രട്ടറി പ്രസിഡന്റും പങ്കെടുക്കാൻ വന്നിരുന്നു. പിന്നെ ഈ റോഡുകളുടെ ഇരുവശത്തുമുള്ള കാട് വൃത്തിയാക്കുന്നത് കഴിഞ്ഞോണം ചെയ്തു. NRHM ഫണ്ട് ഉപയോഗിച്ചും ചെയ്ത് നമ്മൾ ചെയ്തു. ഞാൻ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ വസ്തുനികുതി പൂർണ്ണമായി 100% പിരിച്ചെടുക്കുക കൗൺസിലറുടെ സഹായം എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നു? നമ്മൾ എനിക്ക് അറിയത്തക്ക ഒരു കൗൺസിലർ അടിക്കണം. നമ്മളിപ്പോ ഒരു റിസർവ് സർട്ടിഫിക്കറ്റിന് എന്തിനു വന്നിരുന്നാലും നമുക്ക് കരമടച്ചാലേ നമുക്ക്. അപ്പൊ അത് അങ്ങനെയുള്ളവരുടെ നമ്മൾ എന്തെങ്കിലും നമ്മളോടൊന്ന് പറയുന്നത് അതുപോലെ റിസർവ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഒരു ഓണർഷിപ്പ് വേണം. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ തന്നെ വാർഡിൽ നിന്ന് BC-മാര് വാർഡുകളിൽ വരുന്നുണ്ട്. അടയ്ക്കാൻ അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അവർക്ക് ഇത് അടച്ചേ പറ്റൂ. അപ്പൊ അതിനകത്തൊരു
ഇടപെടൽ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ എന്നാലും അറിയതൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ. വികസനമൊന്നും കാണില്ല. വികസനമാണില്ല. അത് മാത്രമല്ല നമ്മുടെ ഇതിന്റെ ഫണ്ട് ഉപയോഗിച്ച് ശമ്പളങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും എന്തെല്ലാം വികസന പ്രവർത്തനം നമുക്ക് തനത് ഫണ്ട്. അതുപോലെ തന്നെ ഈ കൗൺസിലില് പങ്കെടുക്കുന്ന അതിനെന്തെങ്കിലും ഇടയ്ക്ക് വല്ല പിന്നെ യാദൃച്ഛികമായിട്ട് 1-2 പിന്നെ മോളെ ഡെലിവറി സമയത്ത് അങ്ങനെയാണ്. ഇപ്പൊ ഇപ്രാവശ്യം കൗൺസിൽ ആയതിനു ശേഷം അങ്ങനെ പ്രമേയം എല്ലാം കൊടുക്കാറുണ്ടോ? പ്രമേയം നമ്മള് ഒരു ഈ വർഷം ഞങ്ങൾ അങ്ങനെ പ്രമേയം കൊടുത്തു സാറേ. നമ്മൾ ആ മാമത്തുനിന്ന് ചിറ്റാറ്റുകരോട്ട് പോണ ഒരു റോഡുണ്ട്. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യമുണ്ട്. അവിടെ ഒരു ആറ്റിന്റെ തീരം. അവിടെ കുറെ സ്കൂൾ കുട്ടികളൊക്കെ വന്നില്ല മയക്കുമരുന്നും ഇപ്പൊ ആണല്ലോ പൊതുവിൽ എല്ലായിടത്തും വരണം. അപ്പൊ അങ്ങനെ വന്ന പിള്ളേര് പെൺകുട്ടികൾക്കൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ പ്രദേശം ഒത്തിരി ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ അത് ഇന്ന സൈഡ് വാള് കെട്ടി സംബന്ധിച്ച് ആ റോഡ് നാളെന്ന് വെച്ചാൽ ലൈറ്റ് സ്ട്രീറ്റ് ലൈൻ പോയിട്ടില്ല. ആ ഒരു ഏരിയയിൽ പോയിട്ടില്ല. അവിടെ ആ ഏരിയയിൽ എനിക്ക് കുറച്ച് ഹൈമാസ് ലൈറ്റ് വേണ്ട. ഹൈമാസ് വെച്ചിരുന്നാല് വേണ്ട, നമുക്ക് സ്ട്രീറ്റ് ലൈൻ വെച്ച് അവിടെ പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വെച്ച് ലൈറ്റ് സ്ട്രീറ്റ് ലൈൻ വെച്ച് ട്യൂബുകൾ സ്ഥാപിക്കണം എന്നുള്ള ഒരു പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന വാർഡിൽ എന്തെങ്കിലും? വാർഡില് നമ്മൾ അയൽക്കൂട്ട തലത്തില് നമ്മൾ വാർഡ് വിളിച്ചു കൂട്ടി. ഇപ്പൊ അയൽക്കൂട്ടത്തില് നമുക്ക് 28-ാം തീയതി ഓരോ അയൽക്കൂട്ടത്തിനും നമുക്കൊരു അയൽക്കൂട്ട സംഗമം ഉണ്ടായിരുന്നു. മൊത്തം സർക്കാർ ഇപ്പൊ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അതിന് നമ്മൾ എല്ലായിടത്തും അതിന് മുമ്പ് തന്നെ വാർഡ് സഭ വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ഈ വിഷയം പറഞ്ഞു. കാരണം ഇത് ചെയ്യണം. അപ്പൊ അവരുടെ നിർദ്ദേശം ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചിരുന്നാൽ വെള്ളത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം വേണം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ എവിടെയെങ്കിലും കൃഷി ചെയ്യാനായിട്ട് കുറച്ച് കിട്ടും. അപ്പൊ ഇവിടെ സ്ഥലം കണ്ടെത്തി നമുക്ക് പണി എന്തെങ്കിലും കണ്ടെത്തി അവിടെ പിന്നെ കുളം കിട്ടിയാല് നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ വെള്ളത്തിന്റെ ക്ഷമ കൊണ്ടാണ് ഈ പലരും മടിക്കുന്നത്, കൃഷി ചെയ്യാൻ മടിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജൈവവളമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറെ പച്ചക്കറി ഇവിടെ വാർഡില് പച്ചക്കറിയും ജൈവവളമൊക്കെ കൊടുത്തായിരുന്നു. മുനിസിപ്പാലിറ്റി തലത്തില് നമുക്ക് വെച്ച് നമ്മള് ആൾക്കാരെ മുനിസിപ്പാലിറ്റി തലത്തിൽ തന്നെ ഒരു ജൈവവള നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുക. എങ്ങനെയാന്ന് പറഞ്ഞാൽ അവിടുത്തെ വളം, ചാണകം, അതുപോലെ തന്നെ കോഴിക്കാഷ്ടം, ചാരം, അതുപോലെ തന്നെ പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, കുമ്മായം, എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർത്തൊരു മിശ്രിതമാക്കി കൂട്ടുവളം പിന്നെ അതിനെപ്പറ്റി അഭിപ്രായം അത് നല്ലതാണോ? എല്ലാവർക്കും ആ ചാക്കില് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പൊ അതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഉള്ളത് അല്ലേ? അതെ അതെ അതെ. പിന്നെ താങ്കളുടെ വാർഡിൽ ഈ PH സെന്ററോ അല്ലെ അംഗൻവാടി ഉണ്ടെന്ന് പറഞ്ഞു. ലൈബ്രറിയോ? ലൈബ്രറി അതിനുള്ള സ്ഥലമുണ്ടോ? അതിനുള്ള സ്ഥലം ഇല്ല. നമുക്ക് ഇപ്പം ഒരു ഗ്രന്ഥശാല നടത്തണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥലം ഇവിടെ ബിൽഡിങ്ങുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പം കൗൺസിലിനോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരു 10 സെന്റ് സ്ഥലം അക്വയർ ചെയ്ത് തരണം. ഇതിലേക്ക് വേണ്ടി ഈ അംഗൻവാടിയോ അങ്ങനെയുള്ള സാധനം നമുക്ക് ഒന്ന് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വായനശാല. അതിനെപ്പറ്റി അഭിപ്രായം എന്താണ്? ഓരോ വാർഡിലും 10 സെന്റ്. ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മളെ ഇവിടെ വാർഡ് കേന്ദ്രം വരണമെങ്കിൽ അതിനകത്ത് നമ്മളെ അതൊരു വലിയ ഹാളാണ്. അതൊരു വലിയ ഹാളായിട്ടാണ് ബിൽഡിംഗ് ഉള്ളത്. ഇവിടെ നിന്നാലും കാണാം നമുക്ക് ആ ബിൽഡിംഗ്. MLA ഫണ്ട് എനിക്ക് ആശുപത്രിക്ക് കഴിഞ്ഞാൽ MP ഫണ്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോ ആശുപത്രിക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ഇപ്പം എല്ലാം പദ്ധതി പ്രകാരം ഒരു 1.5 കോടിയുടെ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മളെ കൂട്ടുകിട്ടുകാർക്ക് ഒരു വിശ്രമ കേന്ദ്രവും ആൾക്കാർക്ക് വരുന്ന ഭക്ഷണം കഴിക്കുന്നതിനും വേണ്ടി ഒരു ബിൽഡിംഗ് വെക്കാനായിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെറ്റേണിറ്റിയിൽ ഇപ്പോൾ ഗൈനക്ക് ഉള്ളത് കൊണ്ട് ഇപ്പൊ ഡെലിവറി കുറെ നടന്നു. ഇപ്പൊ 10-31 വർഷത്തിനിടയ്ക്ക് ഒരു സിസേറിയൻ നടന്നു. എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ വളരെ മോശമായിരുന്നു. ഇപ്പം എന്റെതാ മോള് പ്രസവിച്ചത്. എന്റെ മോന് 1.5 വയസ്സായി. ആ മോള് 2ാമത്തെ ഡെലിവറി വലിയൊന്ന് ഹോസ്പിറ്റലിൽ 5 ഏക്കറാണ്. പക്ഷെ എന്നാലും 6 ഏക്കറുണ്ട്. നമ്മൾ ചുറ്റുമുതൽ എല്ലാം കൂടെ അത് വെച്ച് കെട്ടിയിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു 100 ബെഡുള്ള ഒരു 100 കിടക്കുകളുള്ള ഒരു ആശുപത്രി IP ബിൽഡിംഗ് വേണമെന്നുള്ളൊരു നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് HMCയിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിന്റെ ഒരു പ്രപ്പോസൽ പോയിട്ട് HMC കൂടാറുണ്ട്. കഴിഞ്ഞ ആഴ്ച എമർജൻസി നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പെട്ടെന്ന് ഒരു HMC കൂടി. അതിന് മുമ്പ് 3 മാസത്തെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും
സൗകര്യത്തിന് പ്രാധാന്യം ഉണ്ടെങ്കിൽ വെച്ച് ചിന്തിക്കാം. അപ്പൊ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് വാർഡില് ഇതുവരെ പൂർത്തിയാക്കിയ എന്ന് പറഞ്ഞാൽ റോഡുകളായിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഇപ്പൊ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു അതെല്ലാം കൂടെ മൊത്തത്തിലൊന്ന് പറയണം ഞങ്ങൾക്ക്. എന്താണ് സാറേ പൂർത്തിയാക്കിയ പദ്ധതികൾ പൂർത്തിയാക്കിയ വാർഡില് ഈ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് പദ്ധതി എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് നമ്മളെ 2-3 റോഡ് മാമത്തുനിന്ന് ചിറ്റാറ്റുകരോട്ട് പോകുന്ന ആ റോഡ്, നവഭാരതിന്റെ അവിടെ നിന്ന് മുകളിലോട്ടുള്ള റോഡ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ വന്നതിന് ശേഷം ഒരു വർഷമല്ലേ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് ടെൻഡർ നടപടി കഴിഞ്ഞു. 3 ചെറിയ റോഡ്, പിന്നെ ഒന്ന് നവഭാരത് സ്കൂളിന്റെ ആ റോഡ് റിട്ടാറിങ്ങുണ്ട്, പിന്നെ സൈഡ് വാൾ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ട് ആ കിട്ടുന്ന ഫണ്ട് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പൊ അത്രയും പിന്നെ വലിയ മോശപ്പെട്ട എല്ലാ ആശുപത്രിയുടെ നമുക്ക് എല്ലാത്തിനും കൂടെ നമുക്ക് ചെന്ന് ഫണ്ട് കിട്ടത്തില്ല. വേറെ എന്തെങ്കിലും ഫണ്ട് കിട്ടിയിട്ടുണ്ടോ? ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പദ്ധതികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ പുതുതായിട്ട്? ഇല്ല, ഒന്നുമില്ല. PH വേറെ സെന്ററുകളൊന്നും എല്ലാ നഴ്സറിയൊന്നും വേണ്ടല്ലോ. ഇല്ല. ഇനി എന്താണ് ഭാവിയിൽ ഉള്ള ഭാവിയിൽ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വാർഡിലുള്ള മൊത്തം വികസനം എനിക്ക് കാഴ്ചപ്പാട്. കാരണം വെച്ചാൽ റോഡുകളെല്ലാം സഞ്ചാരം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെല്ലാം, ലൈൻ പോവാത്ത സ്ട്രീറ്റ് ലൈൻ കിട്ടാത്ത എല്ല എന്നുവെച്ചാൽ വന്ന റോഡുകളൊക്കെ ഇതിൽപ്പെട്ടാണ്. ഇത് പൊതുവെ ഈ റോഡ് നമുക്കുള്ളതാണ്. അതെല്ലാം എന്റെയും 14 താകിന്റെ വാർഡ് ഇവിടെ നിന്ന്. പക്ഷെ അത് ഇപ്പൊ വന്നിരിക്കുന്ന 3 വാർഡ് കയറണമാണ് സാറേ ഈ വാർഡ് വന്നത്. കാരണം റോഡിന്റെ അപ്പുറം ഇപ്പുറം വരും. അപ്പൊ നമുക്ക് ഫണ്ട് ചെലവാക്കുമ്പോൾ 2 പേരുടെയും കൂടെ സഹകരണത്തോടു കൂടിയ ഫണ്ട് ചെലവാക്കും. പക്ഷെ എന്നായിരുന്നാലും ഞാനിപ്പോ എന്റെ റിസ്കിലാണ് വലിയൊന്ന് നവഭാരതിന്ന് ഇങ്ങോട്ടുള്ളൊരു റോഡ് ഒറ്റ ഇതിലാണ് എനിക്ക് കിട്ടുന്ന ഫണ്ടിലാണ് ഞാൻ ചെയ്യാനുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമത്ത് ഇപ്പം ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ തമ്മിൽ ഒരു ഇതായിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം വെച്ചാൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ 2 വാർഡും കൂടെ ചേരുമ്പോൾ അതിൻ്റെ രീതിയിൽ പൈസകൾ ഫണ്ടിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോഴും നമ്മളെ കുടിവെള്ളം എന്ന് വെച്ചാൽ ഇനി കിണർ വേണമെന്നുള്ള കുറെ വീടുകളുണ്ട്. എന്ന് വെച്ചാൽ കിണർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പൊതു കിണറില്ല സാറേ, കിണർ ഉണ്ട്, ആൾക്കാർക്ക് കിണറുണ്ട്. പക്ഷെ ആ കിണറിന് അവർക്ക് മെയിൻ്റെനൻസ് വേണമെന്ന് പലരും ഇങ്ങോട്ട് നിർദ്ദേശം കാരണം വെച്ചാൽ മെയിൻ്റെനൻസ് എന്ന് വെച്ചാൽ കിട്ടാത്ത കിണറുകൾ എന്നുവെച്ചാൽ മണ്ണ് കുഴച്ച് വെച്ചത്. പിന്നെ ചെറിയ ഇടവഴി അവിടെ സ്ട്രീറ്റ് ലൈൻ വേണം അവർക്ക്. എന്ന് വെച്ചാൽ ഈ ഇടുങ്ങിയ വഴികളിലാണ് ഊർന്നതിന്റെ അങ്ങനെയുള്ള ഒരു ഇത് കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വാർഡ് സഭയിലൊക്കെ നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒത്തെല്ലായിടത്തും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സറണ്ടർ ചെയ്ത് തരണ പ്രദേശങ്ങളിൽ ഞാൻ കോൺക്രീറ്റ് വഴികൾ മുനിസിപ്പാലിറ്റിക്ക് സറണ്ടർ ചെയ്ത വസ്തുക്കൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ മുനിസിപ്പാലിറ്റിയിലെ ഫണ്ട് ഉപയോഗിച്ച് സറണ്ടർ ചെയ്ത വസ്തുക്കൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്യുന്ന പ്രദേശങ്ങൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാം. ഇനിയിപ്പം വലിയതായിട്ട് ഇപ്പൊ തന്നെ ഒരു 3 വർക്ക് ചെറിയ വർക്കുകളുണ്ട്, അല്ലാതെ ഒരു വലിയ വർക്കുണ്ട്. അതനുസരിച്ച് എനിക്ക് കിട്ടിയ ഫണ്ട് വെച്ചു. പിന്നെ നമ്മളെ മാസ്റ്റർ പ്ലാനില്ലേ അവിടെ ചർച്ച ചെയ്ത് കാണുമല്ലോ. അപ്പൊ അതില് എന്തെങ്കിലും നിങ്ങളുടെ വാർഡിനെ കുറിച്ച് എന്തെങ്കിലും ഡെവലപ്മെന്റിനെ കുറിച്ച് റോഡിന്റെ വീതി കൂട്ടലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം അവര് ചോദിച്ചു ഇത്ര മീറ്റർ വീതിയുള്ള റോഡ്. നമുക്കിപ്പം എല്ലാവരും അതിലായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റോഡുകളെല്ലാം 3 മീറ്റർ വീതിക്കകത്തുള്ള റോഡുകളാണ്. നമുക്ക് പിന്നെ മെയിൻ ആയിട്ടുള്ള റോഡ് ഇല്ല. മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആശുപത്രിയുടെ അതായത് PWD റോഡാണ്. പിന്നെ ഇപ്പൊ അവര് പറയുന്നുണ്ട് നമുക്ക് ഇന്നലെയും വാടിന്ന് വന്നു വെച്ചാൽ നമ്മളെ പണ്ടത്തെ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ അപ്പുറത്ത് മാമത്ത്, അത് 16-ന്റെയും 15-ന്റെയും കൂടെ ബോർഡുണ്ട് മാമത്തുനിന്ന്. അപ്പൊ അവര് അതൊന്ന് ഡെവലപ്മെന്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് ആ വാർഡിലെ ഒരു പക്ഷെ നമ്മളവിടെ ഒരു വിഷയം നോക്കാനായിട്ട്. പിന്നെ പുതുതായിട്ട് നിർദ്ദേശം വല്ലതും അതിനകത്ത് കൂട്ടിച്ചേർക്കാനായിട്ട് വല്ലതും കൊടുത്തോ? മാസ്റ്റർ പ്ലാൻ കൂട്ടിച്ചേർക്കാൻ നമ്മള് വേറെ ഒന്നും കാര്യമില്ലല്ലേ? വേറെ വലുതായിട്ട് എനിക്ക് ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ്, എനിക്കത് ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് അത് ഞാൻ പറഞ്ഞായിരുന്നു. മറ്റേ ഇപ്പൊ നമ്മള് വേസ്റ്റ് ബാക്കിലിട്ടാണ്. പക്ഷെ ഇപ്പൊ ഇൻസുലേറ്റർ വാങ്ങിക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. വോൾട്ടേജ് ക്ഷാമം ഇപ്പൊ ഒരു സൈഡ് നമ്മൾ പുതിയ ബിൽഡിംഗ് വെച്ചാൽ അതില് മറ്റേ ഇതാണ് സോളാറിന്റേതാണ്. പക്ഷെ അത് അത് സോളാർ പാനൽ വേണം കംപ്ലീറ്റ്. അതാണ് നമ്മൾ കാരണം വെച്ചാൽ കറണ്ടിന്റെ ആശുപത്രിയിൽ ഇപ്പം നമ്മള് നമുക്ക് അവിടെ ഒരു കിണറുണ്ട്, അല്ലാതെ വാട്ടർ സപ്ലൈ അതുണ്ട്. 2 ലൈനുണ്ട്. ത്രൂ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ 24 മണിക്കൂർ അവിടെ വെള്ളത്തിന് ക്ഷാമമില്ല. വോൾട്ടേജ് ഇപ്പൊ ചില ദിവസങ്ങളില് അല്ല അതിനകത്ത് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്. പക്ഷെ വോൾട്ടേജിന്റെ വില പക്ഷെ ചില ദിവസങ്ങളിൽ കറണ്ടിന്റെ ഇപ്പോഴത്തെ ഈ ക്ഷാമത്തിന്റെ അതേ ഉള്ളൂ.
അതിനകത്ത് വേറെ പക്ഷെ ബിൽഡിങ്ങുകൾ നമുക്ക് ഇപ്പോൾ തന്നെ ആ പഴയ IP ബിൽഡിങ്ങിൽ ചോർച്ചയും ഇതൊക്കെ വന്ന് ആൾക്കാരെ നമുക്ക് താഴെ വശത്ത് കിടത്തേണ്ടി വന്നു. അപ്പൊ അത് മെയിൽ വാർഡിൽ ഫീമെയിലിനെ കൂടെ ഒരു റൂം അഡ്ജസ്റ്റ് എന്ന് വെച്ചാൽ ആൾക്കാരെ എന്നിട്ട് പോലും ഇത്രയും ആവശ്യം നമുക്ക് ബിൽഡിംഗ് വേണം. നമുക്കൊരു നമ്മളൊരു കാഴ്ചപ്പാടിൽ ഒരു പേ വാർഡ് വേണം. പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് വച്ചിട്ടുണ്ട് നമ്മുടെ ക്വാർട്ടേഴ്സ് മെയിൻ്റെനൻസ് ആണ്, ക്വാർട്ടേഴ്സിലാണ്. പിന്നെ ഇപ്പൊ MLA നമുക്കൊരു മോർച്ചറി, നമുക്ക് ആശുപത്രി മോർച്ചറി പോയി. അപ്പൊ ഇപ്പൊ ഒരു മോർച്ചറി തരാന്ന് MLA എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു സ്ഥലം കഴിഞ്ഞ HMC കൂടി തീരുമാനിച്ച ഒരു സ്ഥലമൊക്കെ കണ്ടെത്തി ഇട്ടേക്കുന്നു. അപ്പൊ നമ്മൾക്ക് നല്ലൊരു ഫ്രീസറൊക്കെ ഉള്ള ഡോക്ടർ എപ്പോഴും ക്യാഷ്വൽ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു സാറേ. പണ്ട് രാവിലെ തൊട്ട് 1 മണി വരെ ഡോക്ടർ. ഇപ്പൊ 24 മണിക്കൂർ നമുക്ക് ഡോക്ടർമാരുടെ സേവന ആശുപത്രിക്കുണ്ട്. അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റി കൗൺസിൽ ഏത് കാര്യത്തിനും ആശുപത്രിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ പ്രവർത്തനം എനിക്കിവിടെ 10 അയൽക്കൂട്ടമുണ്ട്. 10 അയൽക്കൂട്ടമുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുകിട വ്യവസായ യൂണിറ്റ് ഇപ്പം 2-3 പേര്. നേരത്തെയൊക്കെ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിഞ്ഞു. നേരത്തെ എന്ന് വെച്ചാൽ 10 പേരാണ് യൂണിറ്റുകൾ തുടങ്ങിയത്. ഈ 10 പേരൊക്കെ ആദ്യമൊക്കെ എല്ലാവരും നല്ല രീതിയിലൊക്കെ നിൽക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്കിപ്പം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് യൂണിറ്റുകൾ തുടങ്ങാനായിട്ട് ഇവിടെ തന്നെ അപ്പുറത്ത് ഒരു SC അയൽക്കൂട്ടമുണ്ട്. 2 പേര് മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം SC ആണ്. അവരൊക്കെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുള്ള, തുണി കച്ചവടം ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങാനുള്ള താല്പര്യമുണ്ട്. അവരെൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വിഷയം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളതിന് ഞാൻ എൻ്റെ സപ്പോർട്ട് ഞാൻ എല്ലാ മാസ്റ്റർ പ്ലാനിൽ ഈ ചേരികള് അതുപോലെ തന്നെ കോളനികളെ ഒന്നും പരാമർശിച്ചിട്ടില്ല. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയതാണ് കോളനികളെ കുറിച്ചോ അങ്ങനെയുള്ള. അപ്പൊ അതിന് കൗൺസിൽ നിങ്ങൾ അത് ചിലർക്ക് പ്രഖ്യാപിക്കണം, കോളനിയായിട്ട് പ്രഖ്യാപിക്കണം. കോളനിയായിട്ട് ഇപ്പൊ തന്നെ ആൾക്കാർ പറഞ്ഞു നിൽക്കുന്ന വലിയ ആൾക്കാരും കൂടെ അവിടെ താമസിക്കേണ്ട അങ്ങനെ ഒരു കോളനി ഉണ്ടെന്ന് തന്നെ അവർക്ക് ഭയങ്കര ഇതാണ്. അതിൽ വേറൊരു കാര്യം, കോളനിയായിട്ട് പ്രഖ്യാപിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് പൈസ ചേരി പ്രദേശം എനിക്ക് അവിടെ ഒരു വിഷയം റോഡ് കമ്മ്യൂണിറ്റികൾ എനിക്ക് 2 സ്ഥലത്ത് എനിക്കൊരു ഡെവലപ്മെന്റ് വേണം. അല്ല എൻ്റെ ഒരു കാര്യം. കാരണം നമ്മൾ സാറൊക്കെ ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ നമ്മളെ സൂര്യാകത്തേക്ക് അവിടെ കുറെ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അദ്ദേഹം കുറെ മണ്ണ് JCB വെച്ച് ഇടിച്ച് കോളനിയിലേക്ക് പോകുന്നൊരു വഴി 1 മീറ്റർ വീടിൻ്റെ അകത്തൊരു വഴി ഉണ്ടായിരുന്നു. JCB വെച്ച് ഇടിച്ചിട്ട് അദ്ദേഹം അവിടെ എന്നോട് പറഞ്ഞില്ല വെച്ചെന്നാൽ നമുക്ക് ആദ്യം അത് മുകളിലോട്ടൊരു ആംബുലൻസ് പോകത്ത ചേരിയിലോട്ടൊരു ആംബുലൻസ് പോകത്തക്ക രീതിയിലൊരു വഴി 2 കൂട്ടർ ഇപ്പുറത്ത് ഒരു മുസ്ലിമിൻ്റെ വസ്തുവാണ്, അവരെ കൂടെ സഹായിച്ച് തരാമെന്ന് അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാനത്തുനിന്ന്. പിന്നെ ആ ഒരു ഇത് കിട്ടിയെന്ന് എനിക്ക് ചേരിയിലായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ഇവിടെ നിന്ന് അങ്ങോട്ടൊരു സംവിധാനം ചെയ്യണം. കാരണം അവിടെ ഒരു അംഗൻവാടിയുണ്ട്. അംഗൻവാടിയിലോട്ട് പോണ വഴി എന്ന് വെച്ചിരുന്ന ഒരു നടപ്പാത ഇടിഞ്ഞ വഴിയാണ്. അപ്പം അതെന്ന് വെച്ചിരുന്ന മോളിൽ താമസിക്കുന്ന എല്ലാം ഭാഗങ്ങൾ നമ്മൾ കൊടുത്ത ഭവനം ഭൂമി അവർ വെച്ചേക്കും, നമ്മൾ കൊടുത്ത മുനിസിപ്പാലിറ്റിന്ന് കൊടുത്ത വീടുകളാണ്. അപ്പം അവിടെ വഴി സൗകര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, ഞാൻ അവിടെ ഒരു കമ്മിറ്റി വിളിച്ച് കൂട്ടിയിട്ട് നമുക്ക് 2 ഈ നിർദ്ദേശങ്ങള് പിന്നെ മാസ്റ്റർ പ്ലാനിൽ കൊടുക്കണം, എഴുതി കൊടുക്കണം. മുനിസിപ്പാലിറ്റിയിലേ എഴുതി കൊടുത്താലേ അത് പറ്റുള്ളൂ. അത് സൈഡ് കെട്ടണം. അതെന്ന് വെച്ചാൽ നമുക്ക് ഇടുങ്ങിയ പ്രദേശമുള്ള ഒരുപാട് പാറ ഇറക്കി കെട്ടിയാലും ആ വഴി കെട്ടി താഴെ വശം ഒഴിപ്പോക്കും മുകളിൽ തന്നെ. പക്ഷെ മുകളിലത്തെ പെരേടൊക്കെയാണ് പറയാൻ തന്നെ. പക്ഷെ നമ്മൾ നഴ്സറിക്ക് മതിലും കൂടെ കെട്ടി കോമ്പൗണ്ട് പോലെ തിരിച്ചിരിക്കുകയാണ്. കോമ്പൗണ്ട് 3 സെന്റ് സ്ഥലത്തിനകത്ത് ചുറ്റുമലയാട് തറയൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി ഇട്ടേക്കുന്നുണ്ട്. അത് നമുക്കൊരു ഇതില്ല. MLA MP പണ്ടൊക്കെ ചോദിച്ചാൽ പിന്നെ ഈ നഗരസഭ ചെയ്താൽ കൊള്ളാമെന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി പ്രധാനമായിട്ടും നമ്മളെ റോഡ് പിന്നെ നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിന് നമ്മളെ പ്ലാന്റ് അത് നമ്മള് സാറിന് അറിയാലോ 2005 മുതലേ തുടർന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഞങ്ങൾക്ക് 2 സ്ഥലം വന്നുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യവും ഞങ്ങൾ അതിന് മുൻതൂക്കം കൊടുക്കാറുണ്ട്. പിന്നെ സ്കൂളുകൾക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണ്ടത്തെ പോലെയൊന്നും അല്ല. നമ്മള് ഇപ്രാവശ്യവും നമ്മൾ പ്രോജക്റ്റിൽ വെച്ച് അത് ഞങ്ങൾ ഇൻഫെക്ഷൻ ഇത് അവിടെ ഞങ്ങള് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് ഞാനുള്ളത്. ഞാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ താഹിറൊക്കെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ഞങ്ങള് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഞങ്ങള് സ്കൂളുകളിൽ വെരിഫിക്കേഷന് പോയി നമ്മള് ഗേൾസ് ഹൈസ്കൂളിന്റെ ടോയ്ലറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാൻ ഞങ്ങൾ അത് അവരുടെ ശ്രദ്ധയപ്പെടുത്തി. നമ്മൾ അവരെ പോയി കണ്ടിട്ട് ഞങ്ങൾ ഇത് എന്നിട്ട്
പറഞ്ഞിട്ട് അവരടുത്ത് പറഞ്ഞ ടോയ്ലറ്റ് കാരണം വെച്ചാൽ കൂടുതലും പെൺകുട്ടികൾ അതുകൊണ്ടാണ് അവര്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു നമ്മളത് അടുത്ത പ്രാവശ്യത്തേല് നമ്മള് അത്യാവശ്യം നമ്മളെ ഇതുണ്ടല്ലോ സ്വച്ഛ് ഭാരതിന്റെ ടോയ്ലറ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് നമ്മൾക്ക് വേണമെന്നുള്ള സ്കൂളുകൾക്ക് കൊടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ എല്ലാ സ്കൂളുകളിലും ടോയ്ലറ്റ് പോയി സന്ദർശിക്കും. ഇപ്പൊ നമ്മള് സ്കൂളുകൾക്ക് ചുറ്റുമതില്ലാത്ത സ്കൂളുകൾക്ക് ചുറ്റുമതില് പിന്നെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നെ ഗ്രൗണ്ടുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും നിർമ്മിച്ചു കൊടുക്കാനുള്ള ഗ്രൗണ്ടിന്റെ വെച്ചാൽ നമ്മൾ അവിടുത്തെ ഗ്രൗണ്ട് നല്ല രീതിയിൽ ബോയ്സിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അത് ബോയ്സിന്റെ അതിന്റെ ഗ്രൗണ്ട് അത് നല്ല ആക്കണമെന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കമ്മിറ്റിയിൽ എല്ലാ സ്ഥലത്തും സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടോ? സ്മാർട്ടിന്റെ അത് സ്കൂളുകളിൽ പോയിട്ട് സ്മാർട്ട് ക്ലാസിന്റെ വന്നിട്ടില്ല. അത് മാത്രമല്ല ഇപ്പം നമ്മൾ പറയുന്നുണ്ട് പിന്നോക്കം നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവര് കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അതിനൊരു വെച്ചിട്ടുകൊണ്ട് നമ്മള് സ്പെഷ്യൽ ക്ലാസ് ഇങ്ങനെയുള്ള എല്ലാ സ്കൂളിലും ഈ ലൈബ്രറി സംവിധാനം ഇല്ലാത്ത സ്കൂളുകളിൽ അങ്ങനെ വേണമെന്നുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കമ്മിറ്റി ചർച്ചയിൽ. അതുപോലെ തന്നെ ഈ ഹൈസ്കൂളില് ഒരു ക്ലാസ്സിന് ഒരു ലാപ്ടോപ്പ് വീതം നൽകാനൊരു പദ്ധതി സംവിധാനം ഉള്ളതുകൊണ്ട് എല്ലാ സ്കൂളുകൾക്കും ലാപ്ടോപ്പിന്റെ കൊടുക്കാനുള്ള ഒരു പരിപാടിയുടെ നിർദ്ദേശമാണ് അല്ലേ സാറിന്റെ? എല്ലാ സ്കൂളുകൾക്കും ലാപ്ടോപ്പ് അല്ലേ? എല്ലാ സ്കൂളിലല്ല ഹൈസ്കൂളില് എല്ലാ ക്ലാസ്സുകളും എല്ലാ ഓരോ ക്ലാസ്സിനും ഒരു ലാപ്ടോപ്പ് എന്റെ ഒരു സംവിധാനം. ഇനി എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? ഭയങ്കര മറവിയാണ്, അതാണ് ഏകദേശം കാര്യങ്ങൾ വന്നു അല്ലേ? എന്റെ അറിവിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനിയിപ്പം വലിയ എന്റെ വാർഡിലെന്ന് വെച്ചിരുന്ന ഈ 2 ചേരിയിലോട്ട് പോണ റോഡാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ബഡ്ജറ്റിൽ കൊള്ളിച്ചിട്ടുണ്ട് അത്. പക്ഷെ എത്രത്തോളം അത് ആൾക്കാരുടെ സഹായം. ഈ കോൺഫറൻസ് മറ്റേ കമ്മ്യൂണിറ്റി ഹാള് എവിടെയെങ്കിലും കെട്ടാൻ സ്ഥലമുണ്ടോ? ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പൊ ഈ യോഗങ്ങളൊക്കെ നിങ്ങൾ കൂട്ടുന്നത് എവിടെയാണ്? ഇതിന്റെ പൊതുയോഗങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത് ചെറിയ ചെറിയ യോഗങ്ങളില്ലേ? അതൊക്കെ നമ്മളെ ഏതെങ്കിലും വീടുകളിലൊക്കെ വെച്ച് കൂട്ടണം. കാരണം വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗൻവാടി. അതാണ് ഞാൻ പറഞ്ഞ ഒരു 10 സെന്റ് സ്ഥലം അത് എല്ലാരും കൂടെ വിചാരിച്ചാ പറ്റും. പക്ഷെ നാട്ടുകാരെ സഹായിച്ച കൗൺസില് വിചാരിച്ചാൽ മതി. ഒരു വർഷം ഒരു 5 എണ്ണം 5 വാർഡിലേക്ക് പാവങ്ങളായിട്ട് കിടക്കുന്നവരെ കുറെ ഉന്നമനം കൂടെ നമുക്ക് വേണം. കാരണം നമ്മുടെ ഇവിടെ ഒരു പാവപ്പെട്ട ഒരു അപ്പൊ നിങ്ങളുടെ വാർഡിലെ പ്രധാന പ്രശ്നം ചേരിയുടെ ഒരു പ്രശ്നമാണ്. വഴി ആ ചേരിയിലേക്ക് പോകുന്ന ഇവിടെ നിന്നുള്ള 2 നഴ്സറിയിലോട്ടുള്ള വഴിയും എനിക്ക് ആ വഴി 2 എണ്ണം പ്രധാനമായിട്ടും അവിടെ മറ്റേ നഴ്സറിയിലുള്ള സ്ട്രീറ്റ് ലൈൻ കറണ്ട് ഇവിടെ നിന്ന് ഒരു ലൈൻ ആംബുലൻസ് വരാനോ അങ്ങനെയുള്ള അതാണ് നമുക്ക് ഏറ്റവും പക്ഷെ മുകളിൽ കൂടെ വരും, മുകളിൽ കൂടെ ആംബുലൻസ് കയറി വരും. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ ഈ ഇങ്ങനെ പോകുന്ന റോഡുണ്ട് നമ്മളിപ്പോ പറഞ്ഞ അവിടെ നിന്ന് മുകളിലോട്ട് ചേരിയിലോട്ട് പോകാം. അവിടെ 1 മീറ്റർ വഴി നേരത്തെ കൊണ്ട് നമ്മളെ ഒരു കെട്ട് മുനിസിപ്പാലിറ്റിയുടെ ഒരു കെട്ടുണ്ട്. പക്ഷെ 2 കൂട്ടരും കൂടെ കൂടെ വസ്തു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം കൊടുത്തിരിക്കുന്ന വെച്ചാൽ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്താൽ നിങ്ങൾ വസ്തു വിട്ട് തന്നാൽ മതി, ഞാൻ എനിക്ക് കിട്ടുന്ന ഫണ്ട് വെച്ച് ഓരോ പ്രാവശ്യം ഘട്ടഘട്ടമായിട്ട് അതിന്റെ പട്ടിശല്യം ഇപ്പൊ കുറവുണ്ട് സാറേ. മറ്റോ ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പട്ടിശല്യം വളരെ നമ്മളിപ്പോ ഒരു വന്ധ്യജനൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അത് നടന്നതിന് ശേഷം ഇപ്പം വലിയ പക്ഷെ ഇപ്പം വലിയൊന്നും ആശുപത്രി പിടിച്ചെങ്കിലും ഇപ്പൊ വലിയ ശല്യമില്ല. ഇപ്പൊ മറ്റത് നേരത്തെ ശരിക്കും പട്ടികളുണ്ടായിരുന്നു ആശുപത്രിയിൽ. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം ആശുപത്രിയിൽ നിന്ന് കാര്യം കടിച്ചതായിട്ടൊന്നും ഉള്ള റിപ്പോർട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ പലയിടത്തും കളിച്ചെന്ന് പറഞ്ഞെങ്കിലും പിന്നെ സ്കൂളുകൾ മെയിൻ്റനൻസിന്റെ കാര്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി നോക്കാറുണ്ട്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് സ്കൂളുകളിൽ നിന്ന് എല്ലാ സ്കൂളുകളിലും നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അല്ല സാറേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ വെക്കാൻ എന്തൊക്കെ നിർദ്ദേശം വെച്ചാൽ സ്കൂളുകൾക്ക് ആവശ്യമുള്ള അടിയന്തര പ്രവർത്തനങ്ങളെല്ലാം എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റിൽ വെച്ച് കൊടുക്കാൻ അല്ല ഞാൻ ഇപ്പം ഇംപ്ലിമെന്റ് ഓഫീസർമാരെ വിളിക്കും. അത് മുരളീധരൻ സാറാണ് അതിന്റെ കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലല്ല നമ്മൾ അല്ലാതെ ചർച്ച വരുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ നമ്മൾ വികസന സെമിനാർ ഉണ്ടായിരുന്നു. അതിനുണ്ടായിട്ട് നമ്മൾ അതിന് വെക്കാൻ വേണ്ടി കുറേ കമ്മിറ്റികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. പൊതുവില് നമുക്ക് വാർഡിലെന്ന് വെച്ചാൽ കുടിവെള്ളത്തിനും അവരുടെ ആരോഗ്യപരമായും പിന്നെ
റോഡ് ഇതൊക്കെ മെയിനായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ എൻ്റെ പ്രവർത്തനം. കൂടുതലും വ്യക്തിഗത ആനുകൂല്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തതെന്ന് വെച്ചാൽ സാറേ ഈ കൊടുക്കുന്നവരെന്തെന്ന് വെച്ചാൽ കൊടുക്കുന്ന കഴിയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ കൗൺസിലറായിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴത്തേക്കും മുനിസിപ്പാലിറ്റിയിൽ റിക്കാർഡിക്കലായിട്ട് ഫോട്ടോ സഹിതമാണ് വെച്ചാൽ അവർ ഘട്ടം ഘട്ടമായിട്ട് പൈസ വാങ്ങിച്ചത് വരെ വെച്ച് ഫോട്ടോ എടുത്താണ് സ്റ്റാമ്പ് ഒട്ടിച്ചാൽ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ റേഷൻ കാർഡിൽ ഇത്ര ഇന്ന പദ്ധതി പ്രകാരം ഇന്ന ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അതിൻ്റെ ബാക്കിൽ റേഷൻ കാർഡിൽ അവസാനം അവിടുത്തെ ഇംപ്ലിമെൻ്റ് ഓഫീസർ ആരാണോ അവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഭൂമിക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ബ്ലോക്കിൽ നിന്നോ അവർക്ക് എത്തിക്കാർക്ക് ബ്ലോക്കിലും കിട്ടും മുനിസിപ്പാലിറ്റിയിലും വേണം. അപ്പം അതുകൊണ്ട് രണ്ടിടത്തുനിന്നും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ജനവിഭാഗത്തിന് കുറേ പാവങ്ങൾ കിട്ടുന്നുണ്ട്. അവരെ കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ ഇടത്തരക്കാർ കിടക്കുന്ന സ്ഥലം ഒന്നും പറ്റാത്തത്. ഇടത്തരക്കാർ ഒന്നും പറ്റാത്ത അവരാണ് എന്ന് വെച്ചാൽ ഒരാൾ ചിലപ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് പോകുന്നവരാണ് ഇടത്തരക്കാർ. പക്ഷെ അവരുടെ വീട്ടിൽ 2-3 കുടുംബ അംഗങ്ങളാണ് ഈ ഒരു വരുമാനമാണ്. മറ്റൊരു വീട്ടിലെന്ന് വെച്ചാൽ ചിലപ്പോൾ 4 പേരൊക്കെ ജോലിക്ക് പോകുന്നവരാണ്. അവർ അന്നോടൊന്നും കൊണ്ടുവന്ന് അവരൊക്കെ അതിൻ്റെതായ BPL-കാരൻ്റെ കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വന്നിരിക്കുന്ന BPL ഒരുപാട് അനർഹർ കയറിയിട്ടുണ്ട് പല വാർഡിലും. ഇപ്പം ഇന്ന വാർഡൊന്നല്ല, പക്ഷെ അർഹതപ്പെട്ടവർ ഇപ്പം അവരെ മാനദണ്ഡം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ BPL-കാർ ഇപ്പം 2 കുട്ടികൾ പഠിക്കുന്ന ഒരു വീട് ഇപ്പം മാരക രോഗമല്ല, മാരകമല്ല. ഇപ്പോൾ നഴ്സിങ്ങിന് പഠിക്കുന്ന നമുക്കറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നഴ്സിങ്ങിന് പഠിക്കുന്ന പെൺകുട്ടിയുണ്ട്, അല്ലാതെ +2 കഴിഞ്ഞിട്ടുണ്ട്. ഒരാളിൻ്റെ കാര്യം ആ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് അവരൊക്കെ തന്നെ. പക്ഷെ അവരെ വീട് ഒരു ഇത് വെച്ചുകൊണ്ട് അവരൊക്കെ കൊടുക്കാത്ത BPL അല്ലെങ്കിൽ അവരൊക്കെ ഷുഗർ പേഷ്യൻ്റ് ആണ്. പക്ഷെ എന്നാലും വീട്ടിൽ താല്പര്യമുണ്ട്, വേറെ വരുമാനമൊന്നും ഉള്ളതല്ല ഈ ജോലിക്കൊക്കെ പോകുന്നത്. ഇങ്ങനെ ഒന്നൊന്നും വേണ്ടത് അതി. പക്ഷെ മക്കൾ ഗൾഫിലുള്ളവർ വരെ മക്കൾ ഗൾഫിൽ പോയി നല്ല പണിയുള്ളവർ ഇല്ല. നമ്മൾ ഗൾഫുകാരെ എല്ലാവരെയും പറയില്ല. കാരണം വെച്ചാൽ ഗൾഫിൽ പോയി ജോലിയില്ലാത്ത ഒരുപാട് പാവങ്ങൾ തിരിച്ചു കയറി വന്നുണ്ട്. കിടക്കാടം വിറ്റ് വരെ ഗൾഫിൽ പോയിട്ട് തിരിച്ച് ജോലിയില്ലാതെ വരുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരെ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് പറയും. പക്ഷെ ഇല്ലാത്തവരെ ഒന്നും നമ്മൾ അങ്ങനെയൊന്നും പറയില്ല. ഇപ്പം അനധികൃതമായിട്ട് ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അവർ കള്ളത്തിനാണെന്ന് കഴിഞ്ഞാൽ ചില വീട്ടുകളിൽ ഞാൻ ഇപ്പം ഒരു അമ്മ മാത്രമല്ല, അമ്മയ്ക്ക് ഒരു മോനും മോളും ഒക്കെ ഉണ്ട്. മോള് നല്ല നിലയിലുണ്ട്, ഒരു കള്ളം തന്നെ. അവർ ചിലപ്പോൾ വിധവയായിരിക്കും. അവരെന്ന് പറഞ്ഞാൽ എനിക്ക് മക്കളില്ല, വിധവയില്ല, ഇതൊക്കെ വരുമ്പോൾ മാർക്ക് വരില്ല. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് അതൊന്നും ഞാൻ അതുകൊണ്ട് അതിനോട് ഞാൻ കഴിക്കില്ല. കാരണം നമുക്ക് ഒന്നീ അങ്ങനെയുള്ളത് ഇല്ലാത്തതാണ്. ഇപ്പോൾ തന്നെ ഞങ്ങൾ എന്തുമാത്രം പരാതി കേൾക്കുന്നുണ്ട്. ഇങ്ങനെ അനർഹർ വരുന്നു എന്നുള്ള ഒരുപാട് പരാതി കേൾക്കുന്നുണ്ട്. അപ്പൊ ഇനി പുതുതായിട്ട് വേറെ ഒന്നും കാര്യങ്ങൾ പറയാനില്ല. അതെ. എന്നാ പിന്നെ നമുക്ക് അവസാനിപ്പിക്കാം.